സാക്ഷാൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ആ വിഗ്രഹം ഇന്നും കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹനുമാൻ സ്വാമി അദൃശ്യനായി കാവൽ നിൽക്കുന്ന തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിന് പിന്നിലെ അവിശ്വസനീയമായ ആ രഹസ്യമെന്താണ്? അധികമാരും അറിയാത്ത ആ സത്യം നമുക്ക് നോക്കാം. നമ്മളിന്ന് കാണുന്ന തൃപ്രയാർ തേവരുടെ വിഗ്രഹം സാക്ഷാൽ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്നതാണെന്നാണ് വിശ്വാസം. ദ്വാരക കടലെടുത്തപ്പോൾ ഈ വിഗ്രഹങ്ങൾ അറബിക്കടലിലൂടെ ഒഴുകി കേരളത്തിലെ വാകശ്ശേരി തീരത്തെത്തി. അവിടെയുള്ള മുക്കുവർക്ക് ലഭിച്ച 4 വിഗ്രഹങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയതും തേജസ്സുറ്റതുമായ വിഗ്രഹമാണ് തൃപ്രയാറിൽ പ്രതിഷ്ഠിച്ചത്. ബാക്കി 3 വിഗ്രഹങ്ങളാണ് ഭരതനായി ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണനായി മൂഴിക്കുളത്തും ശത്രുഘ്നനായി പായമലിലും കുടികൊള്ളുന്നത്. ഇതിനെയാണ് നമ്മൾ നാലമ്പല ദർശനം എന്ന് വിളിക്കുന്നത്. ഈ വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കണം എന്ന കാര്യത്തിൽ പണ്ട് വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. അന്ന് ഒരു അശരീരി കേട്ടു, ആകാശത്ത് പറക്കുന്ന പക്ഷി എവിടെ ചെന്നിരിക്കുന്നോ അവിടെ പ്രതിഷ്ഠ നടത്തുക. എന്നാൽ പക്ഷിയിരിക്കുന്നത് കാണാൻ വൈകിയപ്പോൾ ആളുകൾ മറ്റൊരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കാനൊരുങ്ങി. പെട്ടെന്നാണ് ആ പക്ഷി പറന്നുവന്ന് തൃപ്രയാർ പുഴയുടെ തീരത്ത് ഇരുന്നത്. ആ മണ്ണിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്രം നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഇന്നും തൃപ്രയാർ ക്ഷേത്രത്തിൽ കൊടിമരമില്ലാത്തത് എന്നൊരു വിശ്വാസവുമുണ്ട്. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തെ മീനൂട്ട്. ഇതിന് പിന്നിലുമുണ്ട് മനോഹരമായ ഒരു കഥ. ലങ്കയിൽ പോയി സീതാദേവിയെ കണ്ട വിവരം ഹനുമാൻ സ്വാമി ശ്രീരാമനെ അറിയിക്കുന്നത് ഇവിടെ വെച്ചാണെന്നാണ് സങ്കല്പം. ആ സന്തോഷവാർത്ത കേട്ട ഭഗവാൻ പുഴയിലെ മീനുകൾക്ക് ഭക്ഷണം നൽകി ആഹ്ലാദം പങ്കിട്ടു. അതിന്റെ ഓർമ്മയ്ക്കായി ഇന്നും ഭക്തർ പുഴയിലെ മീനുകൾക്ക് അരി നൽകുന്നു. ഇവിടുത്തെ വെടിവഴിപാടും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യത്തെ വിളംബരം ചെയ്യുന്നതാണ്. തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവക്ഷേത്രങ്ങളിൽ ഒന്നായ തൃപ്രയാറിൽ ഖരവധത്തിനു ശേഷമുള്ള ഉഗ്രരൂപിയായ ശ്രീരാമനായാണ് ഭഗവാനെ ആരാധിക്കുന്നത്. തൃശൂർ പൂരത്തിന് മുന്നോടിയായി നടക്കുന്ന ആറാട്ടുപുഴ പൂരത്തിന്റെ നായകനും തൃപ്രയാർ തേവർ തന്നെയാണ്. ഭക്തരുടെ വിളികേൾക്കുന്ന തൃപ്രയാർ തേവരുടെ ഈ ഐതിഹ്യം നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ചരിത്രങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.